വയനാടിന് ഉടൻ കേന്ദ്ര ധനസഹായം അനുവദിക്കണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. 4 മാസം കഴിഞ്ഞിട്ടും അർഹമായ സഹായം നൽകാത്തത് മനുഷ്യത്വരഹിതവും അന്യായവുമാണെന്ന് പോളിറ്റ് ബ്യൂറോ യോഗം വിലയിരുത്തി. ആരാധനാലയങ്ങളുടെ നിയമത്തെ മറികടന്നുള്ള കോടതി വിധികളിൽ സുപ്രീം കോടതി അടിയന്തരമായി ഇടപെടണമെന്നും CPIM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. മുസ്ലിം പള്ളികൾ പുരാതന ക്ഷേത്രങ്ങളാണെന്ന വാദവുമായി നിരവധി ഹർജികൾ വന്നതിൽ PB യോഗം ആശങ്ക രേഖപ്പെടുത്തി. ഇപ്പോൾ വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന് സിബി ചേരുകയാണ്. സിബി, 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, വയനാട്, അതുപോലെ തന്നെ ഈ ആരാധനാലയ നിയമം മറികടന്നുകൊണ്ടുള്ള കീഴ്ക്കോടതികളുടെ വിധി. ഇതിൽ സുപ്രീം കോടതി ഇടപെട്ട് അടിയന്തരമായി റദ്ദു ചെയ്യണം എന്നാണോ CPIM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെടുന്നത്? 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. തീർച്ചയായും ശരത്ത്, അതിനാണ് കാര്യം. കഴിഞ്ഞ 2 ദിവസമായി ദില്ലി ചേർന്ന PB യോഗത്തിന് ശേഷമാണ് ഇത്തരത്തിൽ PB യോഗത്തിലെ ചർച്ചകളുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഇറക്കിയത്. ഇതിൽ പ്രധാനമായും പറയുന്നത് 1991 ആരാധനാലയ നിയമമുണ്ട്. പക്ഷേ ഈ നിയമത്തെ മറികടന്നുകൊണ്ട് ഉത്തരേന്ത്യയിലെ പല കീഴ്ക്കോടതികളും ഇത്തരത്തിൽ ഈ സംഘപരിവാർ സംഘടനകൾ പല ഹർജികളുമായി പഴയ പുരാതന ഹിന്ദു ക്ഷേത്രമായിരുന്നു അവകാശപ്പെട്ടുകൊണ്ട് ഹർജിയുമായി വരുന്നു. പക്ഷേ ഈ ആരാധനാലയ നിയമം മറികടന്നുകൊണ്ട് അവിടെ അതിന് സർവേകൾക്ക് ഉത്തരവിടുകയും ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ ഈ സർവേ മുതലാക്കിക്കൊണ്ട് വലിയ വർഗീയ സംഘർഷങ്ങൾ UP അടക്കം തന്നെ ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിലായി സമ്പൽ അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് PB ആശങ്ക രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ കീഴ്ക്കോടതി ഉത്തരവിൽ ഇതിൽ സുപ്രീം കോടതി കൃത്യമായി ഇടപെടണം, ഇത്തരം ഉത്തരവുകൾ റദ്ദാക്കണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ CPIM PB ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1991 ആരാധനാലയ നിയമം സംരക്ഷിക്കപ്പെടണമെന്നും കൂടി PB ഇപ്പോൾ ആവശ്യപ്പെടുന്നു. മറ്റൊന്ന്, വയനാടിലെ ദുരന്തമാണ്. വയനാടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 4 മാസമായിട്ടും ഇതുവരെയും കേന്ദ്ര സഹായം ലഭ്യമായിട്ടില്ല. ഇത് ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ധനസഹായം നൽകണമെന്നും PB ആവശ്യപ്പെടുന്നു. മറ്റൊന്ന്, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. പക്ഷേ ബംഗ്ലാദേശിൽ മുസ്ലിം വിഭാഗമാണ് അല്ലെങ്കിൽ ഹിന്ദു വിഭാഗമാണ് ന്യൂനപക്ഷമെങ്കിൽ അത് മുതലാക്കിക്കൊണ്ട് ഇവിടെ വൈകാരികമായൊരു വിഷയമാക്കി ഈ വിഷയത്തെ പ്രകോപനപരമായി പ്രസംഗിച്ചുകൊണ്ട് വൈകാരിക വിഷയമാക്കി എടുക്കാൻ വേണ്ടി ഇവിടെ BJPയും RSSും അടക്കമുള്ള തീവ്ര ഹിന്ദുത്വ സംഘടന എല്ലാ നിലയും ശ്രമിക്കുന്നു. ഇതും അപകടമാണ്. ഇതൊരിക്കലും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സഹായിക്കുന്ന ഒന്നല്ല എന്നും CPIM PB ചൂണ്ടിക്കാട്ടി. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിർദ്ദേശമാണ് CPIM പോളിറ്റ് ബ്യൂറോ ഈ വിഷയങ്ങളിൽ, ഇപ്പോഴത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്.